ഇന്നത്തെ നമ്മുടെ ടോപ്പിക് 3 കുഞ്ഞു കുഞ്ഞു ഫ്രേസസ് ആണ്. ഈ 3 കുഞ്ഞു കുഞ്ഞു ഫ്രേസസ് എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ മിസ്റ്റേക്ക് വരുത്താതിരിക്കാം. ഈ ഫ്രേസസ് ഏതൊക്കെയാണ് എന്നല്ലേ? ഈ അറ്റ് ഹാൻഡ്, ഓൺ ഹാൻഡ് ആൻഡ് ഇൻ ഹാൻഡ്. ഇതിൻ്റെയൊക്കെ മീനിങ് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഈ മീനിങ് മനസ്സിലാക്കിയില്ലെങ്കിൽ അറ്റ് ഹാൻഡ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ നമ്മൾ ഓൺ ഹാൻഡ് ഉപയോഗിക്കും, ഓൺ ഹാൻഡ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഇൻ ഹാൻഡ് ഉപയോഗിക്കും. അപ്പോൾ ആ മിസ്റ്റേക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ സംസാരിക്കുമ്പോൾ ആ മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് അറ്റ് ഹാൻഡ് എന്താണ് എന്ന് നോക്കാം. അതിൻ്റെ മീനിങ് നിയർ ബൈ, ക്ലോസ് ബൈ, അടുത്ത് എന്നൊക്കെയാണ്. അതല്ലെങ്കിൽ അവൈലബിൾ ആണ്, അടുത്ത് തന്നെ നമുക്ക് ആക്സസിബിൾ ആണ്, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ അടുത്ത് തന്നെ അതുണ്ട് എന്ന് പറയില്ലേ, അതിന് ഉപയോഗിക്കാം. പിന്നെ വേറൊരു മീനിങ് ഉള്ളത് ഇമിനൻറ്റ്, എബൌട്ട് ടു ഹാപ്പൻ, ഇപ്പോൾ അത് സംഭവിക്കാനിരിക്കുകയാണ് എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാം. ദ ഡെഡ് ലൈൻ ഈസ് അറ്റ് ഹാൻഡ്, സോ ലെറ്റ്സ് വർക്ക് ഹാർഡർ. ഡെഡ് ലൈൻ, സമയപരിധി ഇപ്പോൾ അടുത്തെത്തിക്കഴിഞ്ഞു, ഇന്ന ദിവസത്തിനുള്ളൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, ഇന്ന സമയത്തിനുള്ളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവില്ലേ. അങ്ങനെയുള്ള ഡെഡ് ലൈൻ ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് പെട്ടെന്ന് നമുക്ക് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ തീർക്കാൻ ശ്രമിക്കില്ലേ, അതാണ്. ദ ഡെഡ് ലൈൻ ഈസ് അറ്റ് ഹാൻഡ്, സോ ലെറ്റ്സ് വർക്ക് ഹാർഡർ. വിത്ത് ദ എക്സാം അറ്റ് ഹാൻഡ്, ദ സ്റ്റുഡൻസ് ആർ വർക്കിംഗ് ഹാർഡ്. വിത്ത് ദ എക്സാംസ് അറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ എക്സാംസ് ഇപ്പോൾ തന്നെ, എബൌട്ട് ടു ഹാപ്പൻ, ഇപ്പോൾ തന്നെ അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, പെട്ടെന്ന് തന്നെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുട്ടികളൊക്കെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിത്ത് ദ എക്സാംസ് അറ്റ് ഹാൻഡ്, ദ സ്റ്റുഡൻസ് ആർ വർക്കിംഗ് ഹാർഡ്. ദ ടൂൾസ് വി നീഡ് ആർ അറ്റ് ഹാൻഡ്. നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നതിനുള്ള ടൂൾസൊക്കെ, ഉപകരണങ്ങളൊക്കെ അറ്റ് ഹാൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാണ്. ദ ടൂൾസ് വി നീഡ് ആർ അറ്റ് ഹാൻഡ്. മൈ ഫോൺ ഈസ് അറ്റ് ഹാൻഡ്. എനിക്കെൻ്റെ ഫോൺ അറ്റ് ഹാൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ അത്രയ്ക്ക് അടുത്തിരിക്കുകയാണത്. നിയർ ബൈ, ക്ലോസ് ബൈ, എനിക്കത് വേണമെങ്കിൽ ഇപ്പോൾ എടുക്കാം, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് എന്നർത്ഥത്തിലാണ്. മൈ ഫോൺ ഈസ് അറ്റ് ഹാൻഡ്. The holiday season is at hand. We need to focus on it. Holiday season at hand. The holiday season is at hand എന്ന് പറഞ്ഞാൽ holiday season is about to start. തന്നെ തുടങ്ങും, നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നാണ്. ഇനി അടുത്ത ഒരു ഫ്രേസ് ഓൺ ഹാൻഡ്. ഇതിന് എന്താണ് മീനിങ്? ഇത് റെഡി ടു യൂസ്, പ്രസൻറ്റ് എന്നൊക്കെയാണ് മീനിങ്. അത് ഉണ്ട്, അത് അവിടെ ഉണ്ട്, അത് നമുക്ക് അവൈലബിൾ ആണ്. പലപ്പോഴും ഈ ഓൺ ഹാൻഡ് ഉപയോഗിക്കുന്നത് ആളുകളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ സപ്ലൈസ്, ചില സാധനങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോഴാണ് ഓൺ ഹാൻഡ് കൂടുതലും ഉപയോഗിക്കുന്നത്. വി ഹാവ് ഇനഫ് സ്റ്റാഫ് ഓൺ ഹാൻഡ് ടു ഹാൻഡിൽ ദ ഈവൻറ്റ്. ആ ഈവൻ്റൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റാഫ് അവൈലബിൾ ആണ്, നമുക്ക് ആവശ്യമെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്താം. വി ഹാവ് ഇനഫ് സ്റ്റാഫ് ഓൺ ഹാൻഡ് ടു ഹാൻഡിൽ ദ ഈവൻറ്റ്. സ്റ്റാഫ്, അപ്പോൾ ആളുകളെ പറ്റിയാണ് അവിടെ പറയുന്നത്. ദ സ്റ്റോർ കീപ്സ് എക്സ്ട്രാ സ്റ്റോക്ക് ഓൺ ഹാൻഡ് ഡ്യൂറിങ് ദ ഹോളിഡേ സീസൺ. ഹോളിഡേ സീസണിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്സ് ഒക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ള സപ്ലൈസ് ഒക്കെ ഉണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഓൺ ഹാൻഡാണ്, അതൊക്കെ അവൈലബിൾ ആണ്, നമുക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. സ്റ്റോറിൽ അതൊക്കെ ഉണ്ട്. ദ സ്റ്റോർ കീപ്സ് എക്സ്ട്രാ സ്റ്റോക്സ് ഓൺ ഹാൻഡ് ഡ്യൂറിങ് ദ ഹോളിഡേ സീസൺ. ദ ടീച്ചർ ഹാസ് അസിസ്റ്റൻസ് ഓൺ ഹാൻഡ്. ടീച്ചറിന് അസിസ്റ്റൻറ്റുകളൊക്കെ ഓൺ ഹാൻഡ് മീൻസ് അതിനർത്ഥം എന്താ? ആ അസിസ്റ്റൻസിനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പല കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അവരെ ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ദ ടീച്ചർ ഹാസ് അസിസ്റ്റൻസ് ഓൺ ഹാൻഡ്. വി കീപ് എമർജൻസി ഫണ്ട് ഓൺ ഹാൻഡ്. എമർജൻസിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഫണ്ട് ഉണ്ട്. ദ മാനേജർ ഈസ് ഓൺ ഹാൻഡ് ടു അസിസ്റ്റ് ദ സ്റ്റാഫ്. സ്റ്റാഫിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ, അസിസ്റ്റ് ചെയ്യാൻ, സഹായിക്കാൻ. ദ മാനേജർ ഈസ് ഓൺ ഹാൻഡ്. മാനേജർ പ്രസൻ്റ് ആണ്, അവിടെയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ മാനേജറുടെ സഹായം ഉപയോഗിക്കാം എന്നാണ്. ഇനി വേറൊരു ഫ്രേസ് കൂടിയുണ്ട്, ഇൻ ഹാൻഡ്. അവിടെ ഇൻ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്താണ് വ്യത്യാസം? അത് പൊസഷൻ, നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കൈവശമുണ്ട് എന്നൊക്കെ പറയില്ലേ,
അവിടെ നമുക്ക് ഉപയോഗിക്കാം ഇൻ ഹാൻഡ്. പിന്നെ അതല്ലെങ്കിൽ വേറൊരു മീനിങ് ഉള്ളത് അണ്ടർ കൺട്രോൾ, നിയന്ത്രണത്തിലാണ് എന്ന് പറയില്ലേ, അണ്ടർ കൺട്രോൾ. ഐ ഹാവ് ദ ഡോക്യുമെൻറ്റ്സ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്കലി അത് പൊസസ് ചെയ്യുന്നു, അത് ഫിസിക്കലി എൻ്റെ കയ്യിലുണ്ട്. ദ ഡോക്യുമെൻറ്റ്സ് ആർ ഇൻ ഹാൻഡ്, അവിടെ പൊസസ് ചെയ്യുന്നു എന്ന മീനിങ് ആണ്. അതേസമയം ദ സിറ്റുവേഷൻ ഈസ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ദ സിറ്റുവേഷൻ ഈസ് അണ്ടർ കൺട്രോൾ, അത് കൺട്രോളിലാണ് ആ സിറ്റുവേഷൻ, ആ സാഹചര്യം, അവിടുത്തെ ആ ഒരു കണ്ടീഷനൊക്കെ അത് നിയന്ത്രണത്തിലാണ്, അത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് എന്ന്. ഐ ഹാവ് ദ പാക്കേജ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ആ പാക്കേജ് എൻ്റെ കയ്യിലുണ്ട്, പൊസഷനാണ് അവിടെ. ദ ക്രൈസിസ് ഈസ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാലോ ക്രൈസിസ് അണ്ടർ കൺട്രോളാണ്. അപ്പോൾ അറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ എംഫസൈസസ് പ്രോക്സിമിറ്റി, അതായത് അടുത്താണ്, നിയർ ബൈ, ക്ലോസ് ബൈ. അറ്റ് ഹാൻഡ് എംഫസൈസസ് നിയർനെസ്. ഇൻ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് എംഫസൈസസ് പൊസഷൻ, അതല്ലെങ്കിൽ അണ്ടർ കൺട്രോൾ എന്ന് പറയാം. ഓൺ ഹാൻഡ് ആവുമ്പോൾ റെഡി ടു യൂസ് ആണ്, അവൈലബിൾ ആണ് എന്നാണ്. കൂടുതലും അത് സപ്ലൈസ് അതല്ലെങ്കിൽ പീപ്പിൾ അതൊക്കെ പറയുമ്പോഴാണ് ഓൺ ഹാൻഡ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ ഹാൻഡ്, ഓൺ ഹാൻഡ്, അറ്റ് ഹാൻഡ്, ഇത് മനസ്സിലായല്ലോ.